ഇന്ന് നാം അറിയാൻ പോകുന്നത് കരുണയും ദയയും നിറഞ്ഞ ഒരു വിശുദ്ധന്റെ ജീവിതമാണ്. അവനാണ് വിശുദ്ധ ജോൺ ഓഫ് ഗോഡ്. രോഗികളെയും ദരിദ്രരെയും സഹായിക്കാൻ തന്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ച ഒരു മനുഷ്യൻ. ഒരു സാധാരണ മനുഷ്യനായി ആരംഭിച്ച ജീവിതം പിന്നീട് ദൈവത്തിന്റെ സേവനത്തിലേക്ക് മാറി. വേദനയിൽ കഴിയുന്നവർക്കും രോഗികൾക്കും ആശ്വാസം നൽകാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഇന്നും ലോകമെമ്പാടുമുള്ള ആശുപത്രികളുടെയും രോഗികളുടെയും രക്ഷകനായി വിശുദ്ധ ജോൺ ഓഫ് ഗോഡ് ഓർമ്മിക്കപ്പെടുന്നു. വിശുദ്ധ ജോൺ ഓഫ് ഗോഡ് 1495 പോർച്ചുഗലിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അദ്ദേഹം നേരിട്ടു. യുവാവായപ്പോൾ അദ്ദേഹം ഒരു സൈനികനായി ജോലി ചെയ്തു. യുദ്ധവും കഠിനമായ ജീവിതവും അദ്ദേഹത്തെ ഉള്ളിൽ നിന്ന് അലട്ടിയിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തിനായി ഒരു വലിയ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു അനുഭവത്തിലൂടെ തുടങ്ങുകയായിരുന്നു. ഒരു ദിവസം ഒരു പ്രഭാഷണം കേട്ടപ്പോൾ ജോൺ ഓഫ് ഗോഡിന്റെ ഹൃദയം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു. അദ്ദേഹം തന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹം തന്റെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അവൻ പാവങ്ങളെയും രോഗികളെയും സഹായിക്കാൻ തുടങ്ങി. ഈ മാറ്റം അദ്ദേഹത്തെ ഒരു പുതിയ വഴിയിലേക്ക് നയിച്ചു. ദൈവത്തിന്റെ കരുണ ലോകത്തെത്തിക്കുന്ന വഴിയിലേക്ക്. വിശുദ്ധ ജോൺ ഓഫ് ഗോഡ് ഒരു ആശുപത്രി ആരംഭിച്ചു. അവിടെ രോഗികൾക്ക് ഭക്ഷണവും ചികിത്സയും കരുണയും ലഭിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ദരിദ്രർക്കും വേദനിക്കുന്നവർക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ടു. വിശുദ്ധ ജോൺ ഓഫ് ഗോഡ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പ്രധാന സത്യമാണ്. കരുണയും സ്നേഹവും മനുഷ്യരുടെ ജീവിതം മാറ്റാൻ കഴിയും. നാം ഇന്നും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. കരുണയുടെ വിശുദ്ധനായ ജോൺ ഓഫ് ഗോഡ്, രോഗികളെയും ദുർബലരെയും സംരക്ഷിച്ചവനെ, ഞങ്ങൾക്കും ദയയും കരുണയും നിറഞ്ഞ ഹൃദയം നൽകണമേ. കനിയണമേ മിശിഹായെ കനിയണമേ റൂഹായെ കനിയണമേ ത്രിയേക ദൈവമേ കനിയണമേ. പരിശുദ്ധയായി വിളങ്ങും കന്യക മേരിയമ്മേ, ദൈവകർത്താവിന്റെ ഏറ്റം